Good morning to all. അപ്പോൾ ഇന്ന് നമുക്ക് പാഠം 5 പൂക്കാലം. പൂക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരുന്നത്? കാലങ്ങൾ അറിയോ? സീസൺസ്, ഋതുക്കൾ അറിയോ? കേട്ടിട്ടുണ്ടോ? ഋതുക്കൾ എന്നാണ് മലയാളത്തിൽ പറയുക. കേട്ടിട്ടുണ്ടോ മക്കളെ? സീസൺസ് എന്ന് അറിയാലോ നിങ്ങൾക്ക് ഇംഗ്ലീഷില്. ഋതുക്കൾ അറിയില്ലേ? റിലു സീസൺസ് പഠിച്ചിട്ടില്ലേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില്? അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റിലൂന സീസൺസ്. അപ്പോ കാലങ്ങളാണ് അല്ലേ ഋതുക്കൾ എന്ന് പറഞ്ഞ അല്ലേ? അപ്പൊ ഏതൊക്കെ കാലങ്ങളാ ഉള്ളത് ആർക്കറിയാം? ഏതൊക്കെ കാലങ്ങൾ ആരാ പറയുന്നേ? ഏതൊക്കെ ഋതുക്കൾ ഉണ്ട് നമുക്ക് അറിയോ? എന്തിനാ ഋതുക്കൾ എന്ന് പറയുന്നത് അറിയോ? പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് എന്ത് പറയുന്നത്? ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലെ? പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഏതൊക്കെ ഭാവങ്ങളാണ് ഉള്ളത്? മഴക്കാലമുണ്ട് അല്ലെ, മഞ്ഞുകാലമുണ്ട്, പിന്നെയോ വസന്തകാലമുണ്ട്, പിന്നെന്താ ഉള്ളത്? വസന്തകാലം എന്ന് പറയുമ്പോ ഏതാ? ഓട്ടം സീസൺ അല്ലെ? എന്താ? പൂക്കാലം അല്ലെ? പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലാണ്. അതായത് ശരീരത്തിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു കാലാണ് ഇത്. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ മനസ്സിന്? നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ പൂക്കളൊന്നും? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല കാലാണ് ഏത്? പൂക്കാലം. അപ്പൊ വസന്തകാലം, പൂക്കാലം, ഓട്ടം സീസൺ എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് എന്ത് പറയുന്നത്? ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലെ? പിന്നെയോ നമ്മുടെ പാശ്ചാത്യ രീതിക്ക് അനുസരിച്ച് ഋതുക്കളെ എത്രയും തിരഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ പൊതുവെ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, പിന്നെയോ ശിശിരം എന്നിങ്ങനെ 6 ഋതുക്കളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? 6 ഋതുക്കളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയില് പൊതുവെ ഏതൊക്കെയാ? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിങ്ങനെ 6 ഋതുക്കളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക്? അപ്പൊ ഋതുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പൊതുവെ വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശിശിരം, വർഷം, ശരത്ത് എന്നിങ്ങനെ 6 ഋതുക്കളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഓരോ ഋതു ഒരു 2 മാസോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അല്ലെ? 2 മാസക്കാലം ആയിട്ടായിരിക്കും നീണ്ടു നിൽക്കുക. അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ മഴ പെയ്യേണ്ട ഒരു സമയത്തിലെല്ലാം കഴിഞ്ഞു അല്ലെ? ഇപ്പൊ മഴയുള്ളത്. ഇടക്ക് മഴ, തുലാവർഷം എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? വൈകുന്നേരങ്ങളിൽ മാത്രം മഴ പെയ്ത് പോകേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഇന്നലെയൊക്കെ ഫുൾ ടൈം മഴയായിരുന്നു അല്ലെ? കർക്കിടക മാസം പോലെയാ ഉള്ളത്, ഇപ്പൊ ചിങ്ങമാസത്തിൽ അല്ലെ? അപ്പോ ഇപ്പൊ അങ്ങനെയൊന്നും കൃത്യമായിട്ടൊന്നല്ല കാലങ്ങൾ നമുക്ക് വരുന്നത് അല്ലെ? അതുകൊണ്ട് 2 മാസക്കാലാണ് നീണ്ടു നിൽക്കുന്നതാണ് ഒരു ഋതു എന്ന് പറയുന്നത് ഏകദേശം. എന്നാൽ കേരളത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് ഋതുക്കൾ അനുഭവപ്പെടുന്നത്. നീണ്ട വർഷകാലം, ഇടയ്ക്ക് കടന്നു വരുന്ന ശരത്കാലമുണ്ട്, പിന്നെയോ ചെറിയ കാലദൈർഘ്യമുള്ള മഞ്ഞുകാലം. ചെറിയ ഒരു മഞ്ഞുകാലം, നമുക്ക് തണുപ്പുള്ള കാലം ഉണ്ടാവില്ലേ? അതാണ് മഞ്ഞുകാലം. അറിയാലോ എല്ലാവർക്കും, തണുപ്പ് മൂടിപ്പൊച്ചുറങ്ങാൻ തോന്നുന്ന കാലം. അപ്പോ തുടർന്ന് വേനൽക്കാലം എന്നിങ്ങനെയാണ് കേരളത്തിൽ ഋതുക്കൾ. വസന്തം ശരത്കാലത്തോടൊപ്പവും വേനൽക്കാലത്തോടൊപ്പവും വരുന്നുണ്ട് അല്ലെ? കേരളത്തിൽ കടന്നു വരുന്നു അല്ലെ? അങ്ങനെ വസന്തകാലം, അതായത് പൂക്കാലത്തിനെ പറ്റിയാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത് അല്ലെ? അപ്പോ ഭൂമിക്ക് മനോഹാരിത വർദ്ധിപ്പിക്കുന്ന കാലമാണ് ഏത്? പൂക്കാലം അല്ലെ? മനോഹാരിത ഉണ്ടാവുന്ന പൂവെല്ലാം വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ഭൂമിക്കൊരു മനോഹാരിത അനുഭവപ്പെടും അല്ലെ? ആ കാലാണ് ഏത്? പൂക്കാലം. പിന്നെയോ പൂക്കാലത്തെ പറ്റി വർണ്ണിച്ചു പാടാത്ത കവികൾ ഇല്ല എന്ന് പറയാം അല്ലെ? പൂക്കാലത്തെ വസന്തകാലത്തെ പറ്റി ഒരുപാട് കവികൾ ഒരുപാട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കാലത്തിനെ കുറിച്ചായിരിക്കും കൂടുതലും പാടിയിട്ടുണ്ടാവുക അല്ലെ കവികള്?
പിന്നെന്താ? അപ്പോ അങ്ങനെ ആകെ മൊത്തത്തില് പ്രകൃതിക്ക് ആനന്ദം ഉണ്ടാക്കുന്ന ഒരു കാലാണ് ഇത് പൂക്കാലം. അതുകൊണ്ട് തന്നെ അത് മനുഷ്യരിലേക്കും പടരുന്നല്ലേ, നമുക്കും അത് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകാറില്ലേ? മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാവും അല്ലേ? ഓക്കെ, അതുകൊണ്ട് എന്തുകൊണ്ടും പൂക്കാലം നല്ലൊരു കാലമാണ് അല്ലെ? അതുപോലെയുള്ള ഒരു പൂക്കാലത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ? അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. പാഠം 5 പൂക്കാലം. ഇത് നമ്മളൊന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം, മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞമന്ദാരങ്ങൾ പൂവണിഞ്ഞു, ഏറിയ ഗന്ധം പരത്തിമെല്ലെ ഏഴിലം പാലകൾ പൂത്തുനിന്നു, കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കണ്ടുറന്നു, നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ, ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. മനസ്സിലായോ? പൂവിന്റെ മകരന്തത്തെ നുകർന്ന് ചെമ്മേ പാറിപ്പറന്ന് രസിച്ചിടുന്നു ആര്? വണ്ടുകളും അല്ലെ? അപ്പോ നല്ലൊരു പൂക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഒന്നുകൂടി പാടാം, ശ്രദ്ധിക്കണേ. മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം. അപ്പൊ മാമഴ മേഘങ്ങൾ, മഴമേഘങ്ങളൊക്കെ പോയി മറഞ്ഞിട്ട് എന്തായി? മന്ദഹസിച്ചുകൊണ്ട് അല്ലെ, നല്ലൊരു ചിരിച്ചുകൊണ്ട് ആര് നിൽക്കുന്ന? ഈ വസന്തകാലം, പൂക്കാലം വന്നു നിൽക്കുന്നല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞമന്ദാരങ്ങൾ പൂവണിഞ്ഞു. മഞ്ഞിൻ കണങ്ങളാൽ, മഞ്ഞിൻ കണ അറിയില്ലേ? രാവിലെ ഉണ്ടാവൂലേ പൂക്കൾക്കെല്ലാം? ഈ മഴയത്ത് ഉണ്ടാവില്ല, പുലർച്ചെ രാവിലെയൊക്കെ പൂക്കളുടെ മേലേക്ക് ഇങ്ങനെ മഞ്ഞിനുള്ളിൽ നിൽക്കുന്നുണ്ടാവും അല്ലെ? മഞ്ഞിൻ കണങ്ങൾ അല്ലെ? അതറിയാലോ നിങ്ങൾക്ക്? അപ്പോ എന്ത് ചെയ്യുന്ന? ആദ്യത്തെ ലൈനിൽ എന്താ പറഞ്ഞേ? മഞ്ഞിനുള്ളികൾ മന്ദാരങ്ങൾക്ക് ഭംഗിയേറ്റുന്നു അല്ലെ? ആ ലൈനിൽ എന്താ പറഞ്ഞേ? മഞ്ഞിനുള്ളികൾക്ക് മന്ദാരം അറിയില്ലേ എനിക്ക്? മന്ദാരം ചെടി, മന്ദാരം വെള്ളയിലാണ് എന്റെ വീട്ടിലുള്ളത്. ഇതിൽ മഞ്ഞ മന്ദാരങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോ മന്ദാരം പല കളറിലും ഉണ്ടാവായിരിക്കാം അല്ലെ ടീച്ചറെ? മന്ദാരം ഒക്കെ മഞ്ഞ മന്ദാരങ്ങൾ എന്നായിരുന്നു പറയുന്നത്. മന്ദാരം വൈറ്റ് കളറിലാണ് മിസ്സിന്റെ വീട്ടിലുള്ളത്. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ മന്ദാരം ചെടി ഉണ്ടോ? മന്ദാരം അറിയോ? മന്ദാരം എന്ന് പറഞ്ഞ ചെടി അറിയില്ലേ? പൂക്കൾ അറിയില്ലേ? ഇല്ലേ? ഞാനൊന്ന് കൊണ്ടുവരണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അത് വൈറ്റ് കളറിലാ ഉള്ളത് കേട്ടോ എന്റെ വീട്ടില്. നിങ്ങൾക്ക് ആർക്കും മന്ദാരം ഇല്ലേ? ഇങ്ങനെ ആരും വീട്ടിലും? ചെടികൾ അറിയോ? പൂക്കൾ അറിയോ? ഏതൊക്കെ പൂക്കളെ അറിയുവാ? ഏതൊക്കെയാ ജെവിൻ അറിയുവാ? ജെവിൻ? റോസാപ്പൂ, മന്ദാരം, മന്ദാരം അറിയാല്ലേ? മുല്ല, ചെത്തി, ജമന്തി, നീലക്കുറിഞ്ഞി. പിന്നെയോ? ചെടികളില്ലേ വീട്ടില് മോന്റെ? ഓക്കെ, ചെടികൾ എല്ലാവരും നട്ടു വളർത്തണം കേട്ടോ. ചെടികൾ നമ്മുടെ മനസ്സിന് സുഖം തരുന്നതാണ്, രോഗങ്ങൾ അകറ്റും എന്നൊക്കെയാണ് സങ്കല്പം കേട്ടോ. നല്ലൊരു ചെടിത്തോട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. കൊറോണയിൽ തന്നെ അകറ്റി നിർത്തുമെന്ന് പറയാൻ പറ്റില്ല അല്ലെ? പൂക്കള് അല്ല, അതിലൊരു ഇതുണ്ട്. കാരണം ചെടികള് നമ്മുടെ മനസ്സിന് സന്തോഷം പകരും. അപ്പോ നമുക്ക് മനസ്സിന് സന്തോഷമുള്ളവർക്ക് എപ്പോഴും രോഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അല്ലെ?
ടെൻഷൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിന്നാണ് രോഗങ്ങൾ വേഗം പിടിപെടുക. അതുകൊണ്ട് നല്ലൊരു ചെടിത്തോട്ടമൊക്കെ ഉണ്ടാക്കി, ചെറിയൊരു ചെടിത്തോട്ടമൊക്കെ ഉണ്ടാക്കി, നിങ്ങൾക്ക് കുട്ടികൾക്ക് പറ്റുന്ന കാര്യമാണ് മിസ് പറയുന്നത്. കുറച്ച് ചെടികള് നമ്മുടെ വീടിന്റെ മുറ്റത്ത് എന്ത് ചെയ്യുക, ചെടികളൊക്കെ നട്ടു വളർത്തി അതിനെ ഇങ്ങനെ സംരക്ഷിക്കുക. അപ്പോഴെന്താവും, നമ്മുടെ മനസ്സിന് അതിനൊരു പൂ വിരിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സന്തോഷം ഉണ്ടാവും അല്ലെ? നിങ്ങൾ നട്ട ഒരു ചെടിക്ക് പിന്നെ പൂ വരുമ്പോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ മക്കളെ? ഓക്കെ ഉണ്ടാവും അല്ലെ? അതിനൊരു മൊട്ട് വരുമ്പോ അല്ലെങ്കിൽ അത് വളർന്നു വരുമ്പോ തന്നെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. അത് ഉണങ്ങിപ്പോയാൽ ഉണ്ടാവില്ല. പിന്നെ അതിനൊരു മൊട്ട് കൂടി വന്നാലോ, അയ്യോ എന്റെ അമ്മയെ എന്റെ ചെടിക്ക് ഒരു മൊട്ട് പിടിച്ചു, അത് കഴിഞ്ഞ് ഒരു പൂ കൂടി വന്നാലോ, അയ്യോ ഞാൻ നട്ട ചെടിക്ക് പൂ ഉണ്ടായി എന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാരും ഇന്നു മുതൽ ഓരോ ചെടി നടുക അല്ലെ? അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീടിനൊരു അഴകും ഉണ്ടാവും അല്ലെ? മുറ്റത്തെല്ലാം ചെടിയൊക്കെ ഉണ്ടെങ്കിൽ, പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന് തന്നെ ഒരു സുന്ദരമായി തരും അല്ലെ? അതുകൊണ്ട് എല്ലാരും തന്നാലാവുന്നത്, ഇന്ന് നമ്മുടെ അണ്ണാറക്കണ്ണന്റെ പാടുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നാലാവുന്നത് നിങ്ങളും ചെയ്തിട്ട് ചെടിയൊക്കെ നട്ടു വളർത്തുക അല്ലെ? അതിനൊരു സുഖമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ വെള്ളവും ഒഴിക്കണ്ട, മഴ ആവശ്യത്തിന് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇപ്പൊ നട്ടു കഴിഞ്ഞാൽ ചെടി പിടിക്കും അവിടെ. അപ്പോ നിങ്ങൾക്ക് പൂക്കാലത്തില് ഇഷ്ടംപോലെ പൂക്കൾ കാണാൻ പറ്റും. ഇപ്പം ചെടിയെ ഇല്ലെങ്കിൽ ഇപ്പം മിസ്സല്ലേ പറഞ്ഞത്, ഈ പൂക്കാലം സമയത്ത് ഇഷ്ടം പോലെ പൂ ഉണ്ടാവും. എന്റെ വീടിന്റെ മുറ്റത്തൊന്നും പൂവില്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ചെടികൾ ഉണ്ടാവണം, എന്നാലേ പൂക്കളും ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞു വന്നെന്താ, മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം. മഴമേഘങ്ങളൊക്കെ പോയി മറിഞ്ഞിട്ട് വസന്തകാലം വന്നു എന്നാ പറഞ്ഞ അല്ലെ? അപ്പോ മഞ്ഞിൻ കണങ്ങളാൽ, മഞ്ഞുതുള്ളികൾ മന്ദാരങ്ങൾക്ക് ഭംഗിയേറ്റുന്നു. മഞ്ഞുകണങ്ങള് അതിന്റെ മുകളിൽ നിൽക്കുമ്പോ എന്ത് ചെയ്തു, മന്ദാരങ്ങൾക്ക് നല്ല ഭംഗിയേറുന്നു അല്ലെ? പിന്നെന്താ പറയുന്നത്, ഏറിയ ഗന്ധം അല്ലെ? നല്ല ഗന്ധം, അതായത് എങ്ങനത്തെ, എന്താ, ഹൃദ്യമായ ഗന്ധം പരത്തി ഏഴിലം പാലകൾ പൂത്തുനിന്നു. പാല കണ്ടിട്ടുണ്ടോ? ഏഴിലം പാല. ഏഴിലം പാലയിലാണ് യക്ഷി വസിക്കുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ ഏഴിലം പാല എന്ന് പറഞ്ഞൊരു പാലയുണ്ട്. അപ്പൊ അതില് യക്ഷിയുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ, അങ്ങനെ ഒരു സങ്കല്പാണ് കേട്ടോ അത്. അപ്പോ ഏഴിലം പാലകൾ, ഏറിയ ഗന്ധം, വല്ലാത്തൊരു നല്ല മണാണ്. അതുകൊണ്ടാ പറഞ്ഞേ ഹൃദ്യമായ, നമ്മുടെ മനസ്സിന് ഹൃദ്യമായ ഒരു മണാണ് അല്ലെ? അതുകൊണ്ട് ഹൃദ്യമായ ഗന്ധം പരത്തി ഏഴിലം പാലകൾ പൂത്തു നിൽക്കുന്നു, അതാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്, കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു. കണ്ണാന്തളിപ്പൂക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആരുടെയും കൺകവരുന്നാണ് പറഞ്ഞത് അല്ലെ? ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന അത്ര നല്ലയുള്ള പൂക്കളാണ് അല്ലെ? അപ്പൊ കൺകവരുന്ന, ശ്രദ്ധയെ ആകർഷിക്കുന്ന കണ്ണാന്തളിപ്പൂക്കൾ കാടുകൾ തോറും പൂത്തു നിൽക്കുന്നു. അപ്പോ കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺതുറന്നു. ആരുടെയും കൺകവരുന്ന, ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന കണ്ണാന്തളിപ്പൂക്കള് കാടുകൾ തോറും, അതായത് കാടുകൾ മുഴുവൻ പൂത്തു നിൽക്കുന്നുണ്ട്. പിന്നെയോ, നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ. അല്ലേ? നീലക്കുറിഞ്ഞി എപ്പോഴാ പൂക്കുക നിങ്ങൾക്കറിയോ? എപ്പോഴാ? ആർക്കെങ്കിലും അറിയോ നീലക്കുറിഞ്ഞി എത്ര വർഷം കഴിയുമ്പോ പൂക്കുക? നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ ചെടി കേട്ടിട്ടുണ്ടോ മക്കളെ നിങ്ങൾ ആരെങ്കിലും? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ആരെങ്കിലും അറിയില്ല? ആർക്കെങ്കിലും അറിയോ? ഒന്ന് കൈപൊക്കിയേ. നീലക്കുറിഞ്ഞി. ഓക്കെ, ജെവിന് അറിയാം. ജെവിൻ, എത്ര വർഷം കൂടുമ്പോ നീലക്കുറിഞ്ഞി പൂക്കുക? 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടിയാണ് ഏത്? നീലക്കുറിഞ്ഞി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നീലക്കുറിഞ്ഞി? അപ്പോ എന്താ പറഞ്ഞത്? നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ. അപ്പോ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടിയാണ് ഏത്? നീലക്കുറിഞ്ഞി.
അപ്പോഴാ 12 വർഷത്തിൽ ഒരിക്കലാണത്. ഒരു വ്യാഴവട്ടക്കാലാണ് അല്ലെ. 12 വർഷം എന്ന് പറഞ്ഞാ ഒരു വ്യാഴവട്ടക്കാലാണ്. അതില് ഒരിക്കലാണിത് പൂക്കുക. ഓക്കെ, നീലക്കുറിഞ്ഞി കേട്ടോ. അങ്ങനെയുള്ള നീലക്കുറിഞ്ഞി പോലും നാണത്തോടെ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പൂക്കാലമാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി നിലാവിൽ കുളിച്ചു നിൽക്കുന്ന നാണത്തോടെ നിൽക്കുന്ന ഒരു പൂക്കാലമാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ ആകെ മൊത്തം സുന്ദരമായ ഒരു കാഴ്ചയാണെന്നാണ് പറയുന്നത് അല്ലെ. പിന്നെയോ, ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താൽ ആമ്പൽ പൂവുകളും. എന്താ അതിന്റെ അർത്ഥം? എന്താ? ആറ്റിലും ചെളിയിലും ആനന്ദത്തോടെ ആമ്പൽ പൂക്കൾ എന്ത് ചെയ്യുന്നു? നൃത്തമാടുന്നു അല്ലെ. ആറ്റിലും ചെളിയിലൊക്കെ അല്ലേ ആമ്പൽ ഉണ്ടാവുക? നൃത്തമാടുന്നു. അതായത് ആറ്റിലും ചെളിയിലും ആനന്ദത്തോടെ ആമ്പൽ പൂക്കളും ഉണ്ട്. പിന്നെയോ, ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അല്ലെ. ചേലൊത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചാണ് റിലു. പ്ലീസ് ലിസൺ ഹിയർ റിലു. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ചേലൊത്ത. എന്താ അർത്ഥം ചേലൊത്ത? എന്താ ആദ്യത്തെ ചേലൊത്ത? ആദിത്യ പ്ലീസ് അൺമ്യൂട്ട്. ആദിത്യ സ്ട്രക്ക്. റിലു, എന്താ ചേലൊത്ത എന്ന് പറഞ്ഞ അർത്ഥം? ഭംഗിയുള്ള. ഓക്കെ, ഓർമ്മയുണ്ട്. ഭംഗിയുള്ള അല്ലെ. ചേലൊത്ത ചിത്രശലഭം. ചിത്രശലഭം ആരാ? ആരാ ചിത്രശലഭേ? ഓക്കെ, പൂമ്പാറ്റ. അപ്പൊ ചേലൊത്ത ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ. ഭംഗിയുള്ള പൂമ്പാറ്റ അല്ലെ. ചിത്രശലഭങ്ങളും വണ്ടുകളും, വാരുറ്റ വണ്ടുകളും അല്ലെ. ചിത്രശലഭങ്ങളും വണ്ടുകളും തുമ്പികളും എന്ത് ചെയ്യുന്നു? പൂവിന്റെ തേൻ നുകർന്ന് എന്ത് ചെയ്യുന്നേ? പാറി പറന്ന് രസിക്കുന്നു അല്ലെ. പാറിപ്പറന്ന് രസിക്കുന്നു. അങ്ങനെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ആനന്ദം നൽകുന്ന ഒരു മനോഹരമായ പൂക്കാലമാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഈ പദ്യഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകപ്പാടെ മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ഒക്കെ മനസ്സിന് ഉല്ലാസം പകരുന്ന ഒരു കാഴ്ചയാണ് തന്നെയാണ് ഈ പൂക്കാലം എന്ന കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ കവി. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് പൂക്കാലത്തില്? അപ്പൊ മഞ്ഞ് എന്താ അർത്ഥം? ആമഴ മേഘങ്ങൾ പോയി മറഞ്ഞു മന്ദഹസിപ്പൂ വസന്തകാലം. എന്ത്? മഞ്ഞുതുള്ളികൾ. അപ്പൊ മഴമേഘങ്ങളൊക്കെ ദീർഘമായ മഴക്കാലത്തിന് ശേഷം എന്ത് ചെയ്യുന്നത്? മഴമേഘങ്ങൾ മറഞ്ഞു പോയിട്ട് മാനമൊക്കെ തെളിഞ്ഞ് പൂക്കാലം പുഞ്ചിരി തൂകുന്നു. പിന്നെയോ, മഞ്ഞുതുള്ളികൾ മന്ദാരങ്ങൾക്ക് ഭംഗിയേറ്റുന്നു. പിന്നെന്താ ചെയ്യുന്നത്? ഹൃദ്യമായ ഗന്ധം പരത്തി ഏലം പാലകള് പൂത്തു നിൽക്കുന്നു. പിന്നെയോ, ആരുടെയും കവരുന്ന, അതായത് ശ്രദ്ധയാകർഷിക്കുന്ന കണ്ണാന്തളിപ്പൂക്കള് കാടുകൾ തോറും പൂത്തു നിൽക്കുന്നു. പിന്നെയോ, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഏതാ 12 വർഷത്തിൽ മാത്രം പൂക്കുന്നത്? നീലക്കുറിഞ്ഞോ? ഓക്കെ, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ചെടിയാണ് നീലക്കുറിഞ്ഞി. അങ്ങനെയുള്ള നീലക്കുറിഞ്ഞി പോലും എന്ത് ചെയ്യുന്നേ? നാണത്തോടെ നിലാവിൽ കുളിച്ച് നിൽക്കുന്ന ഒരു പൂക്കാലമാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് അല്ലെ. പിന്നെ ഏതാ? ആറ്റിലും ചേറ്റിലും നൃത്തമാടിയുള്ളത്. ആറ്റിലും ചെളിയിലും ആനന്ദത്തോടെ ആമ്പൽ പൂക്കൾ നൃത്തമാടുന്നു അല്ലെ. പിന്നെയോ, ഭംഗിയുള്ള ചിത്രശലഭങ്ങളും വണ്ടുകളും തുമ്പികളും പൂവിന്റെ തേൻ നുകർന്ന് പാറി പറക്കുന്നു. പിന്നെയോ, അങ്ങനെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ആനന്ദം നൽകുന്ന ഒരു മനോഹരമായ പൂക്കാലമാണ് ഈ പദ്യഭാഗത്ത് നമുക്ക് വർണ്ണിച്ചു തരുന്നത് അല്ലെ, കാണിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഋതുക്കൾ എന്താണെന്ന് പഠിച്ചു, എത്ര ഋതുക്കൾ ഉണ്ടെന്ന് പഠിച്ചു, പല പൂക്കളെ കുറിച്ചും പഠിച്ചു. മന്ദാരങ്ങൾ പഠിച്ചു, ഏലമ്പാല പഠിച്ചു, കണ്ണാന്തളിപ്പൂക്കൾ പഠിച്ചു, നീലക്കുറിഞ്ഞി, പിന്നെയോ ആമ്പൽപ്പൂവ്, വണ്ടുകൾ, പൂവ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇതിലല്ലേ ഇല്ലേ?
നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത പഠിച്ചു, ഏലമ്പാലകളുടെ പഠിച്ചു അല്ലെ, എല്ലാം ഓർമ്മയുണ്ടോ? അപ്പൊ ഋതുക്കൾ എന്ന് പറയുന്നത് എന്തിനാ? ഋതുക്കൾ എന്ന് പറഞ്ഞ എന്താ? നമ്മ പഠിക്കുന്ന പാഠത്തിന്റെ പേരെന്താണ്? ഓക്കെ, പൂക്കാലം അല്ലെ. അങ്ങനെയാണ് നമ്മൾ പൂക്കാലത്തിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഋതുക്കളെ പറ്റി പറഞ്ഞത് അല്ലെ. അപ്പൊ ഋതുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് എന്ത് പറയുന്നത്? ഋതുക്കൾ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഋതുക്കള് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ വസന്തം, ഗ്രീഷ്മം, ഓക്കെ, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിങ്ങനെ 6 ഋതുക്കളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പിന്നെന്താ പഠിച്ചത്? ഭൂമിക്ക് മനോഹാരിത വർദ്ധിപ്പിക്കുന്ന കാലമാണ് ഏത്? പൂക്കാലം. പൂക്കാലത്തെ വർണ്ണിച്ച് പാടാത്ത കവികൾ ആരും ഇല്ല എന്ന് പഠിച്ചു അല്ലെ. പ്രകൃതി ആനന്ദിക്കുന്ന കാലമാണ് ഏത്? പൂക്കാലം. ഈ പ്രകൃതിയുടെ ആനന്ദം മനുഷ്യനിലേക്കും ജീവജാലങ്ങളിലേക്കും പകരുന്നുണ്ട് അല്ലെ പൂക്കാലത്തില്. അങ്ങനെ ഉള്ള ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, പൂക്കാലം. അപ്പോ പൂക്കാലം മിസ് ഒന്ന് പാടാണെങ്കിൽ നിങ്ങൾക്ക് പാടാം കേട്ടോ. അടുത്ത ക്ലാസ്സിലായാലും പഠിപ്പിക്കാം സമയം കഴിഞ്ഞാല്. അപ്പൊ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ഇന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. പൂക്കാലം. മാമഴ മേഘങ്ങൾ പോയി മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം, മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു, ഏറിയ ഗന്ധം പരത്തി മെല്ലെ ഏഴിലം പാലകൾ, കാടുകൾ തോറുമേ കണ്ടവരും കണ്ണാന്തളിപ്പൂക്കൾ നീലനിലാവിൽ കുളിച്ചു നീലക്കുറിഞ്ഞിണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂക്കളും ചേലൊത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. ഇതാണ് പാട്ട് അല്ലെ. ഓക്കെ. അപ്പൊ ഇതിന് അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 പുഴ അല്ലെ, നദി തന്നെയാണ് 6 എന്ന് പറയുന്നത്. കണം എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളിക്കാണ് അല്ലെ, തുള്ളി, വളരെ ചെറിയ അംശത്തിനാണ് എന്ത് പറയുക? കണം. ഹിമഗണം, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. ഇവിടെ കണം മാത്രം അർത്ഥം തുള്ളിയാണ്. കവരുക, മോഷ്ടിക്കുക അല്ലെ, തട്ടിപ്പറിച്ചെടുക്കുന്നതിനെയാണ് കവരുക. ഓക്കെ. കാന്തി, ശോഭ അല്ലെ, ഭംഗി, ഒളി. ഗന്ധം, മണം. ചിത്രശലഭം എന്താ? പൂമ്പാറ്റ. ചെമ്മേ, ഭംഗിയായി. ചേലൊത്ത, ചേറ്, ചളി, അഴുക്ക്. നുകരുക, ആസ്വദിച്ചു കുടിക്കുന്നതിന് എന്ത് പറയുക? നുകരുക. ആസ്വദിച്ചു കുടിക്കുന്നതിന് എന്ത് പറയുക? മന്ദഹസിക്കുക. നിങ്ങളായിരിക്കും എല്ലാരും മന്ദഹസിക്കുന്നവരല്ലേ അല്ലെ, നല്ല പുഞ്ചിരിക്കുക. പിന്നെ മരന്തം, പൂന്തേൻ. മരന്തം, പൂന്തേൻ. വാരുറ്റ, ഭംഗിയുള്ള. വാരുറ്റ, ഭംഗിയുള്ള. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ആരാണ് ആസിൽ സഭ? കുറെ സമയം പഠിക്കുന്നത്. എന്നാ പാടാ ആസിൽ സഭ. പാഠം 5. പൂക്കാലം. മാമഴമേഘങ്ങൾ പായ്മറഞ്ഞു, മന്ദഹസിപ്പൂ വസന്തകാലം, മഞ്ഞിൻ കണങ്ങളാൽ കാന്തിയേറും മഞ്ഞ മന്ദാരങ്ങൾ പൂവണിഞ്ഞു, ഏറിയ ഗന്ധം പരത്തിമല്ലേ ഏഴിലം പാലകൾ പൂത്തുനിന്നു, കാടുകൾ തോറുമേ കൺകവരും കണ്ണാന്തളിപ്പൂക്കൾ കൺ തുറന്നു,
നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലത്തു ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. ഓക്കെ ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ പാടുന്നേ? സെൽന. ഓക്കെ, എല്ലാരും പാടിപ്പിക്കും അടുത്ത ക്ലാസ്സിലെ. എല്ലാരും വായിച്ചു പഠിച്ചിട്ട് വന്നോളൂ, ആരും പാടാണ്ടിരിക്കണ്ട. പൂക്കാലം പോയി മറഞ്ഞുകാലം മഞ്ഞ് കാന്തികവും മഞ്ഞമന്ദാരങ്ങൾ പൂവണിഞ്ഞു ഏഴിലന്തം പരത്തിമല്ലേ ഏഴിലം പാലകൾ പൂത്തുന്നു കാടുകൾ തോറുമേൽ വരുന്നു കാണണ്ടാളി പൂക്കൾ കൺതുറന്നു നീലനിലാവിൽ കുളിച്ചു നിന്നും നീലക്കുറിഞ്ഞിയും നാണമോടെ അത്തിലും ചെക്കിലും നൃത്തമാടി ആനന്ദ താമ്പാലം പൂക്കുകളും ചോലത്തെ ചിത്രശലഭങ്ങളും വാരിച്ച വണ്ണുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിരുന്നു. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? അലൻ മാത്യു. കട്ടാവും കേട്ടോ. അലൻ പ്ലീസ് അൺമ്യൂട്ട് വേഗം. ഇനി അടുത്ത ക്ലാസ്. മാമഴമേഘങ്ങൾ പോയി മറഞ്ഞു മന്ദഹസിപ്പു വസന്തകാലം മഞ്ഞിൻ കളങ്ങളായി കാന്തിയേറും മഞ്ഞമന്ദാരങ്ങൾ ഏറിയ ഗന്ധം പരത്തി മെല്ലെ ഏഴിലും പാലകൾ പൂത്തു നിന്നു കാടുകൾ തോറുമേ കൺകവരും കാണാന്തളിപ്പൂക്കൾ കൺതുറന്നു നീലനിലാവിൽ കുളിച്ചു നിന്നു നീലക്കുറിഞ്ഞിയും നാണമോടെ ആറ്റിലും ചേറ്റിലും നൃത്തമാടി ആനന്ദത്താലാമ്പൽ പൂവുകളും ചേലത്ത ചിത്രശലഭങ്ങളും വാരുറ്റ വണ്ടുകൾ തുമ്പികളും പൂവിൻ മരന്തം നുകർന്നു ചെമ്മേ പാറിപ്പറന്നു രസിച്ചിടുന്നു. ഓക്കെ ഗുഡ്. അലന്റെ ബുക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. അലൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അലന്റെ ബുക്ക് ഇവിടെ മിസ് എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് വാങ്ങിയിട്ട് പോണം കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാവർക്കും ബുക്ക് കിട്ടിയാണല്ലോ. അപ്പൊ അലനത് വന്ന് വാങ്ങിട്ട് പോണേ. മലയാളവും അറബിയാണെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. എല്ലാവരും എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ മിസ് ഓരോരാൾ ഇന്ന് പഠിച്ചവര് അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാരെയും കൊണ്ടും ഇത് പഠിപ്പിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് വരണേ. പാട്ട് നോക്കട്ടെ ആരാ നല്ല സൂപ്പറായി പാടുന്നത്. ഓക്കെ, അപ്പൊ ബൈ. ഓ എന്താ അറിയൂ? എന്തറിയൂ? മനസ്സിലായില്ല മോളെ. ക്ലിയർ ആവുന്നില്ലടാ, ഒന്ന് ക്ലിയർ ആയി പറഞ്ഞേ. നിങ്ങക്ക് മനസ്സിലായോ? എനിക്ക് എന്തോ പറയുന്നുണ്ട്, എനിക്ക് വ്യക്തമാവുന്നില്ല. സനക്ക് മനസ്സിലായോ? എന്താ സന ഒന്ന് പറഞ്ഞേ. പിലുവിന്റെ കുറച്ച് ക്ലിയർ കുറവുണ്ട് നെറ്റ്. പോകുന്നുണ്ടല്ലോ. പൂക്കൾ കാണിച്ചു
ആ എന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് നീ പൂക്കൾ നോക്കിക്കോ കേട്ടോ. ആ റോഡിൽ തന്നെയല്ലേ വീട്, അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് മിസ്സിന്റെ വീടിന്റെ അടുത്ത് മന്ദാരം ഉണ്ട്, കോളാമ്പി ഉണ്ട്, ചെമ്പരത്തിപ്പൂ ഉണ്ട്, പിന്നെന്താ ആ ഒരു വൈറ്റ് ചെറിയൊരു പൂവുണ്ട്, കൊറേ ഇങ്ങനെ ഈ സ്കൂളിൽ നമ്മള് റെഡിയാക്കി ലെവലാക്കി വളർത്തിയില്ലേ അതുണ്ട്, റോസാപ്പൂ ഉണ്ട്, ഇഷ്ടംപോലെ പൂക്കളുണ്ട്, നോക്കിക്കോട്ടോ. ഓക്കെ, പാർവതിപ്പൂവുണ്ട്. ഓക്കെ, അപ്പോ ബൈ. See you. എല്ലാവരും വായിക്കണേ, നല്ല മക്കളായിട്ട്. 3 times വായിക്കണം. ഓക്കെ.